ഹായ് നമസ്കാരം. സിലബസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നെറ്റ് കേട്ടിട്ട് സെറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് ചെയ്യുന്നത്. കണ്ടന്റ് സ്പെസിഫിക് ആയിരിക്കും, MCQ മോഡൽ ആയിരിക്കില്ല. സോ ഒരാള് നമ്മുടെ പ്രിയപ്പെട്ട ഒരു ഓഥറിനെ കുറിച്ചാണ് നമ്മൾ ക്ലാസ് ഡീറ്റെയിൽ ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കൂട്ടുകാർ പഠിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നെറ്റിനോ സെറ്റിനോ കേട്ടറ്റിനൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഷെയർ ഇറ്റ് ആക്ച്വലി. സോ ആ ഒരു സ്പെസിഫിക് ഓഥറെ പറ്റിയിട്ടായിരിക്കും നമ്മൾ നോക്കുന്നത്. സോ ആഥറിന്റെ കുറെ കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സോ നൺ അതർ ദാൻ GB ഷോ അല്ലെങ്കിൽ ജോർജ് ബെർണാഡ് ഷോ ആണ് നമ്മൾ നോക്കുന്നത്. അദ്ദേഹം ബേസിക്കലി നല്ല പ്ലേ റൈറ്റ് ആണ് നമുക്കറിയാം. അതിലുപരിയായിട്ട് എസ്ഐസ്റ്റ്, ഹി വാസ് ആൻ എസ്ഐസ്റ്റ്, എ ക്രിട്ടിക് ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് വിച്ച് വി ക്യാൻ സി. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ആക്ടിവിസം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അദ്ദേഹം ജനിച്ചിരിക്കുന്ന 1856-കളിലാണ്. 56 എന്ന് പറയുന്ന വർഷത്തിലാണ്. 1950 അദ്ദേഹം മരണപ്പെടുന്നുണ്ട്. സോ ഈ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈം അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഇടയിലാണ് അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു നല്ല കോട്ടോട് കൂടി തുടങ്ങാം. ലൈഫ് ഈസ് അബൌട്ട് ക്രിയേറ്റിംഗ് യുവർ സെൽഫ്. സോ നമ്മളെല്ലാവരും എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിൽ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. ചില ആൾക്കാർ പരീക്ഷ കഴിയാൻ വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കും, ചിലർക്ക് പരീക്ഷ കഴിഞ്ഞവരായിരിക്കും, ചിലപ്പോൾ കേട്ടിട്ട് സെറ്റോ കഴിഞ്ഞ് നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. സോ ലൈഫ് ഈസ് അബൌട്ട് ക്രിയേറ്റിംഗ് യുവർ സെൽഫ്. സോ ക്രിയേറ്റ് ഇറ്റ്. യൂസ് ദിസ് വീഡിയോ ഫോർ ക്രിയേറ്റിംഗ് ഇറ്റ്. എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനിവേ പേഴ്സണൽ പ്രൊഫൈലിലേക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹം 1856 അയർലൻഡിലാണ് ജനിച്ചത്. ഇംഗ്ലണ്ട് എന്ന് വിചാരിക്കരുത്. അയർലൻഡിൽ ഡബ്ലിൻ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐറിഷ് ആയിട്ടുള്ള ഒരു റൈറ്ററെയാണ് നമുക്ക് GB ഷോയിൽ കാണാൻ പറ്റുക. പക്ഷെ അതിനുപരിയായിട്ട് അദ്ദേഹം പിന്നീട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് അല്ലെങ്കിൽ യൂറോപ്യൻ ലിറ്ററേച്ചറിന്റെ പ്രധാനപ്പെട്ട ഷോൾഡറിലേക്ക് അദ്ദേഹം വരുന്നുണ്ട്. അദ്ദേഹം 1856 ജനിച്ച് 1876 അദ്ദേഹം ലണ്ടനിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കരിയർ ചേഞ്ച് ചെയ്യപ്പെടുന്നത് അവിടെ നിന്നാണ്. റൈറ്റ്. നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരുന്ന ഒരു കുറച്ചൊക്കെ ട്രാജഡികൾ ഉണ്ടായിരുന്ന ഒരു അൺഹാപ്പി ചൈൽഡ്ഹുഡ് ആണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ആർട്ട് അല്ലെങ്കിൽ മ്യൂസിക് വളരെയധികം ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റികളൊന്നും പ്രധാനമായി പോകാതെ അദ്ദേഹം സ്വയം എന്ത് ചെയ്യുന്നുണ്ട്, സെൽഫ് എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ബേസിക് അറിവുകൾ കൊണ്ട് തന്നെ വായനയും അതുപോലെ ആർട്ടിലേക്കും ഒക്കെയുള്ള ആർട്ട്, ബേസിക് ലിറ്ററേച്ചർ എന്നൊക്കെ ഉള്ളതിൽ അദ്ദേഹം മുന്നിലേക്ക് വരികയാണ് ചെയ്യുന്നത്. 1876 അദ്ദേഹം ലണ്ടനിലേക്ക് പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ കരിയർ സ്വിച്ച് ആവുന്നത്. അപ്പോൾ നോവലിസ്റ്റ് ആയിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. പക്ഷെ എല്ലാവരുടെയും എല്ലാ എഴുത്തുകളും പെട്ടെന്ന് തന്നെ ശരിയാവണമെന്നില്ല. അപ്പോൾ ഇനീഷ്യലി അദ്ദേഹത്തിന് സ്റ്റക്കുകൾ ഉണ്ടാവുന്നു, ഫെയിലിയേഴ്സ് ഉണ്ടാവുന്നു. പക്ഷെ അതിനുശേഷം അദ്ദേഹം മ്യൂസിക് ആൻഡ് തിയേറ്റർ ക്രിട്ടിക് ആയിട്ട്, അതായത് തിയേറ്റർ ആർട്ട് ഫോമിലേക്ക് അദ്ദേഹം മാറുന്നുണ്ട്. നമ്മൾ ഒരു നോവലിസ്റ്റ് എന്നതിലുള്ള ഉപരിയായിട്ട് അദ്ദേഹത്തിന്റെ കൃതികളെ നോക്കുമ്പോൾ അദ്ദേഹം കൂടുതലും ഡ്രാമാസിലേക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഡ്രാമാസ് അത്രയും ഇമ്പോർട്ടന്റ് തന്നെയാണ്. സോ ഇതിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പബ്ലിക് സ്പീച്ചസ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള പ്ലേസിൽ കൂടിയാണ് അദ്ദേഹം വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് ലിറ്ററേച്ചറിലേക്ക് മാറുന്നത്. അദ്ദേഹത്തിന്റെ സോഷ്യൽ റിഫോർമേഷൻ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് മൂവ്മെന്റ്സ് ഒക്കെ അദ്ദേഹം ഫാബിയൻ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ഫോർമേഷനോട് കൂടിയാണ് അദ്ദേഹം തുടങ്ങി വെക്കുന്നത്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ആക്ടിവിസം, അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് സ്റ്റൈൽസ് നോക്കുകയാണെങ്കിൽ ഷാർപ്പ് വിറ്റ് ആൻഡ് ഹ്യൂമർ, അദ്ദേഹത്തിന്റെ ഇനി നമ്മൾ സംസാരിക്കുന്ന ഡ്രാമാസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. അതുപോലെ സോഷ്യൽ ക്രിറ്റിസിസം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതാണല്ലോ ഈ ക്രിറ്റിസിസങ്ങൾ. ഓരോ സൊസൈറ്റി, ഓരോ സോഷ്യൽ ഇഷ്യൂസ് വരുന്നതിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ആ കാലത്തിലുള്ള ക്രിറ്റിസിസത്തിനനുസരിച്ച് ഇത് മാറും. സോ അദ്ദേഹത്തിന്റെ കാലത്തിൽ ഉണ്ടായിരുന്ന ക്ലാസ് ഡിസ്റ്റിങ്ഷൻ, ഇനീക്വാലിറ്റി, മാരേജ് സിസ്റ്റം, ഇതിനെയൊക്കെ കുറിച്ച് അദ്ദേഹം നല്ലോണം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ക്രിട്ടിക് ഇവാലുവേഷൻസ് അവിടെ വരുന്നുണ്ട്. അതുപോലെ പൊളിറ്റിക്കൽ കമന്ററീസ്, സോഷ്യൽ ഹിപ്പോക്രസി, ഞാൻ ഒരാളാണെന്ന് കരുതി വേറൊരാളായിട്ട് അഭിനയിക്കുന്നതാണ് ഹിപ്പോക്രസി എന്ന് പറയുന്നത്. ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്ന ആളുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ പൊളിറ്റിക്കൽ കറപ്ഷൻസിന് അദ്ദേഹം എതിരായിരുന്നു. അതും കൂടെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഡ്യുവൽ പർപ്പസ് പ്ലേസ് എന്റർടൈൻഡ് ഓഡിയൻസസ് വൈൽ ഡെലിവറിംഗ് പവർഫുൾ സോഷ്യൽ മെസ്സേജസ്. അത് നമ്മൾക്ക് പ്രധാനപ്പെട്ട ചില റൈറ്റേഴ്സിൽ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. എല്ലാവരും അത് ചെയ്യുന്നില്ല എന്നല്ല, പക്ഷേ ആ ഒരു പൊളിറ്റിക്കൽ നീഡിന്, ആ ഒരു കറണ്ട് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അനുസരിച്ച് കാര്യങ്ങൾ എഴുതുന്ന ആൾക്കാരെയാണ് നമ്മൾ അങ്ങനെ കാണാറുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ നോവൽ പ്രൈസ് അദ്ദേഹത്തിന് 1925 കിട്ടുന്നുണ്ട്. നമ്മുടെ ഷേക്സ്പിയർ കഴിഞ്ഞാൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രമാറ്റിസ്റ്റ് ആയിട്ട് നമുക്ക് ആരെ കാണാൻ പറ്റും?
നമുക്ക് ജി.ബി. ഷോനെ കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതിയാണ് പിഗ്മാലിയൻ എന്ന് പറയുന്നത്. നമ്മൾ ഇഷ്ടം പോലെ പ്രാവശ്യം പഠിച്ചിട്ടുള്ളതായിരിക്കും ഡിഗ്രി മുതൽ. റൈറ്റ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വർക്കുകളിൽ ഇമ്പോർട്ടൻസ് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അതുപോലെ പിഗ്മാലിയൻ എന്ത് ചെയ്യുന്നുണ്ട്, ശേഷം മ്യൂസിക്കൽ ആൻഡ് ഫിലിം ആയിട്ട് മൈ ഫെയർ ലേഡി എന്ന് പറയുന്ന പേരിലേക്ക് അതിനെ വ്യത്യാസപ്പെടുത്തി, അല്ലെങ്കിൽ അതിന്റെ പുതിയൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടു കൂടി ഉണ്ടാക്കുന്നുണ്ട്. മൈ ഫെയർ ലേഡി എന്നുള്ളതാണ് അതിന്റെ ടൈറ്റിൽ വരുന്നത്. മ്യൂസിക്കൽ ആൻഡ് മ്യൂസിക്കൽ ഫിലിം ആയിരുന്നു അത്. പിന്നെ ഫാബിയൻ സൊസൈറ്റി ലീഡറായിട്ട് അദ്ദേഹം വരുന്നുണ്ട്. കാരണം ബ്രിട്ടീഷ് കൾച്ചർ, അവിടെ സോഷ്യലിസം പരത്തുന്ന ഒരാളായിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു ഫാബിയൻ സൊസൈറ്റി മൂവ്മെന്റുകൾ വരുന്നത്. ഇനി ഒരു ടൈം ലൈൻ വെച്ച് നമുക്ക് ജസ്റ്റ് നോക്കാം. 56-ൽ ജനിച്ചു, 76-ൽ അദ്ദേഹം ലണ്ടനിലേക്ക് മൂവ് ചെയ്തു, 84-ൽ അദ്ദേഹം ഫാബിയൻ സൊസൈറ്റി തുടങ്ങുന്നുണ്ട്. 1894-ലാണ് അദ്ദേഹത്തിന്റെ ആംസ് ആൻഡ് ദ മാൻ എന്ന് പറയുന്ന ആന്റി വാർ കോമഡി പുറത്തേക്ക് വരുന്നത്. 1913-ൽ പ്രശസ്തമായ പിഗ്മാലിയൻ വരുന്നുണ്ട്. അത് ലാംഗ്വേജ് ആൻഡ് ക്ലാസ് പ്ലേ ആണ് ബേസിക്കലി പറയുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ സെയിന്റ് ജോൻ എന്ന് പറയുന്ന ഹിസ്റ്റോറിക്കൽ ഡ്രാമ, ജോൻ ഓഫ് ആർക്ക് എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിക്കൽ ലേഡിയെ കുറിച്ചിട്ടുള്ള ഒരു നാടകമാണ് അതിൽ സെയിന്റ് ജോൻ എന്ന് പറയുന്നതിൽ വരുന്നത്. 1925-ൽ അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിക്കുന്നുണ്ട്. അതുപോലെ 1956-ൽ അദ്ദേഹത്തിന്റെ പിഗ്മാലിയൻ നമ്മൾ മൈ ഫെയർ ലേഡി എന്ന് പറയുന്ന പേരിലേക്ക് മ്യൂസിക്കൽ ബേസ്ഡ് ഫിലിമായിട്ട് പുറത്തിറങ്ങി. 1950-ലാണ് അദ്ദേഹത്തിന്റെ മരണം ഉണ്ടാകുന്നത്. ഇനി അദ്ദേഹത്തിന്റെ വർക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആംസ് ആൻഡ് ദ മാൻ എന്ന് പറയുന്നുണ്ടല്ലോ. സോ അത് ബേസിക്കലി വന്നു തുടങ്ങുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഫസ്റ്റ് പബ്ലിക്കേഷൻ വരുന്നത് 1894-ല് ആംസ് ആൻഡ് ദ മാൻ എന്ന് പറയുന്നത്. ഇതിന്റെ ടൈറ്റിൽ ഡിറൈവ് ചെയ്തിരിക്കുന്നത് അതായത് വിർജിൽ എന്ന് പറയുന്ന റൈറ്ററുടെ ആർമ കാനോ എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്നാണ് ഈ ഒരു ടൈറ്റിൽ അദ്ദേഹം എടുത്തിരിക്കുന്നത്. നമുക്കറിയാലോ, പല ടൈറ്റിലുകളും പല ആൾക്കാരും വേറെ നിന്നാണ് എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ആംസ് ആൻഡ് ദ മാൻ എന്ന് പറയുന്നതിലേക്ക് വരുന്നത്. ഇനി എന്താണ് വിർജിലിന്റെ ഇതിന്റെ അർത്ഥം? വിർജിൽ പറഞ്ഞിരിക്കുന്ന ആമ വിരം കാനോ എന്ന് പറയുന്നത്, ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ചിലപ്പോൾ ഇങ്ങനെയാവണമെന്ന് നിർബന്ധമില്ല. അത് ആ ഭാഷയിൽ എഴുതുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും പേര് വേറൊരു ഭാഷയിലുള്ള ആൾ പറയുമ്പോൾ തന്നെ അതിൽ വ്യത്യാസങ്ങൾ വരും. സോ എന്താണ് ഇതിന്റെ അർത്ഥം, അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ് ആംസ് ആൻഡ് ദ മാൻ ഐ സിംഗ് എന്ന് പറയുന്നതിൽ നിന്നാണ് ആംസ് ആൻഡ് ദ മാൻ എന്ന് പറയുന്നതിലേക്ക്, ഈ ടൈറ്റിലേക്ക് ജി.ബി. ഷോ എത്തുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു കഥ, അല്ലെങ്കിൽ ഈ ഒരു നാടകത്തിന്റെ പ്ലോട്ട് കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സെർബിയൻ ബൾഗേറിയൻ വാർ നടക്കുന്നതിന്റെ ഇടയിലാണ് നമ്മുടെ നായകനായിട്ടുള്ള ബ്ലൻഷ്ലി എന്ന് പറയുന്ന ആള്, അദ്ദേഹം ഒരു ആർമി മാൻ ആണ്, അതുപോലെ തന്നെ ഒരു ബിസിനസ് ടൈറ്റിലും കൂടിയുള്ള ആളാണ്, ബിസിനസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കടന്നുവരവാണ് ഒരു സൊസൈറ്റിയിലേക്ക്, ഒരു നഗരത്തിലേക്ക്. അപ്പൊ അവിടെ റെയ്ന എന്ന് പറയുന്ന ഒരു ലേഡിയെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ആ ലേഡി വിവാഹം കഴിക്കാനിരിക്കുന്ന ആളാണ് സെർജിയസ് എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരൻ. അപ്പോൾ രണ്ടുപേരും പട്ടാളക്കാരെ, ഇവിടെ പറയുന്ന ബ്ലൻഷ്ലിയും അതുപോലെ സെർജിയസും എന്താണ്, പട്ടാളക്കാരാണ്. പക്ഷെ ഇവർ രണ്ടുപേരുടെയും കഥാപാത്രം, ഇവരുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ രണ്ടും രണ്ട് രീതിയിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. അത് നമുക്ക് ഭയങ്കര രസകരമായിട്ട് ഇതിൽ കാണാൻ പറ്റും. എങ്ങനെ? സെർജിയസ് എന്ന് പറയുന്നത് പോർമുഖത്തേക്ക് ഇറങ്ങി വെടിവെച്ച് കൊന്ന്, അതായത് രാജ്യം പിടിച്ചടക്കാൻ എന്തും ചെയ്യുന്ന തരത്തിലൊരു ഫെറോഷ്യസ് ആയിട്ടുള്ള ആളാണെങ്കിൽ, ബ്ലൻഷ്ലി എന്ന് പറയുന്നത്, അദ്ദേഹത്തിനെ നമ്മൾക്ക് വരുമ്പോൾ കാണാൻ പറ്റും. ആ ഒരു ഫേമസ് ലൈനിലെ ഫസ്റ്റ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ, ചോക്ലേറ്റ് ക്രീം സോൾജിയർ എന്ന പേരിലാണ് ഇത് പിന്നീട് അറിയപ്പെടുന്നത്, ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ. വൈ? ബ്ലൻഷ്ലി ഒരിക്കലും യുദ്ധത്തിന് വേണ്ടി മാത്രം പൊരുന്ന ആളല്ല, ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ബിസിനസ്സിന് വേണ്ടിയിട്ട് എല്ലാം അദ്ദേഹം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സെർജിയസ് ഒരിക്കൽ ഒരു ബ്ലഡി ഒരു വാർ ഒരു സോൾജിയർ ആണെങ്കിൽ, ഇദ്ദേഹം അങ്ങനെയല്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ നമുക്ക് കാണാൻ പറ്റും, ഇദ്ദേഹത്തിന്റെ പൗച്ച്, ഗൺ ഇടുന്ന പൗച്ചില് അദ്ദേഹം ഗണ്ണല്ല ഇട്ടുകൊണ്ട് നടക്കുന്നത്, അദ്ദേഹം ഒരു ഐസ്ക്രീമാണ് ഇട്ടുകൊണ്ട് നടക്കുന്നത്, ചോക്ലേറ്റ് ഐസ്ക്രീം ഇട്ടുകൊണ്ടാണ് അദ്ദേഹം നടക്കുന്നത്. നമ്മളുടെ CID മൂസ എന്ന് പറയുന്ന സിനിമയിൽ പറയുന്ന പോലെ, തോക്ക് തരാം പക്ഷെ വെടിവെക്കരുത് എന്ന് പറയുന്ന പോലെയാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലൻഷ്ലി എല്ലാ കൺസെപ്റ്റുകളെയും തിരുത്തുന്നുണ്ട്. ജി.ബി. ഷോ അങ്ങനെയാണ് എഴുതി വെക്കുന്നത്. വൈ? കാരണം റെയ്ന എന്ന് പറയുന്ന പെൺകുട്ടി അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക്, അല്ലെങ്കിൽ ബ്ലൻഷ്ലി റെയ്നയുടെ മുമ്പിലേക്ക് വരുമ്പോൾ, റെയ്നയുടെ മനസ്സ് എന്ന് പറയുന്നത്, ഒരു ലേഡിയുടെ മനസ്സിൽ എങ്ങനെയാണ് ഒരു വാർ സോൾജിയർ വേണ്ടത് എന്ന് പറയുമ്പോൾ ആ തരത്തിലാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല വരുന്നത്. ഇയാളെ ഒരു പട്ടാളക്കാരനാണെങ്കിലും, അല്ലെങ്കിൽ ആ ഒരു ടൈറ്റിലാണെങ്കിലും,
ആരെയും കൊല്ലാനോ ബുദ്ധിമുട്ടിക്കാനോ ഇയാൾക്ക് താല്പര്യമില്ല. അപ്പോ ഇങ്ങനെയല്ല റെയ്ന എന്ന് പറയുന്ന ലേഡി പട്ടാളക്കാരെ കണ്ടിട്ടുള്ളത്. അപ്പോ ജി.വി. ഷോ എന്ത് ചെയ്യുന്നു? ഒരു നമ്മുടെ മനസ്സിലുള്ള ഒരു പട്ടാളക്കാരന്റെ എല്ലാ ഇമേജുകളും ഇവിടെ തകർത്ത് കളയുന്നുണ്ട്. ഇല്യൂഷൻസ് എല്ലാം തകർത്ത് കളയുന്നത്. നമ്മൾ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന എല്ലാം തകർത്ത് കളയുന്നുണ്ട്. അപ്പോ ഇതിന്റെ അവസാനം സെർജിയസും അത് ബ്ലൻഷ്ലിയൊക്കെ പരസ്പരം കാണുന്നുണ്ട്. റെയ്ന എന്ന് പറയുന്ന ലേഡി പിന്നീട് ബ്ലൻഷ്ലി എന്ന് പറയുന്ന ആൾക്ക് വീട്ടിൽ താമസിക്കാൻ അവസരം കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് പിന്നീട് പ്രശ്നമായിട്ട് വരുന്നുണ്ട്. ഇദ്ദേഹത്തിന് രൂപമാറ്റം ഡിസ്ഗൈസ് ആവാൻ സഹായിക്കുന്നുണ്ട്. ഇതൊന്നും ഒരാളും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോ വേറൊരു രാജ്യത്തിന്റെ ഒരു പോരാളി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുക? അയാളെ കൊല്ലുകയാണ് ചെയ്യുക. ഇവിടെ അങ്ങനെയല്ല പറ്റുന്നത്. കാരണം ബ്ലൻഷ്ലിക്ക് ഒരു 10-35ഓളം വയസ്സുണ്ട്. ഈ ലേഡി റൈന എന്ന് പറയുന്ന ഒരു കൊച്ചു പെൺകുട്ടിയാണ്, 17-18 വയസ്സേ ഉള്ളൂ. അപ്പൊ അവര് തമ്മിലുള്ള കാഴ്ചപ്പാടുകൾ വളരെ വ്യത്യാസമാണ്. ഒരു 17-18 നമ്മൾ എങ്ങനെ ചിന്തിച്ചു എന്നുള്ള പോലെയല്ല ഒരു 30-35 നമ്മൾ ചിന്തിക്കുക. അപ്പൊ രണ്ടുപേരുടെയും കാഴ്ചപ്പാടുകൾ വളരെ അധികം വ്യത്യാസമുണ്ട്. അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു വ്യത്യാസം അവിടെ കാണുന്നുണ്ട്. ലാസ്റ്റ് ബ്ലൻഷ്ലിയും റൈനയൊക്കെ കല്യാണത്തിന്റെ ഒരു രീതിയിലേക്ക് മറിയുന്നുണ്ട്. അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട ചില വരികൾ നോക്കുകയാണെങ്കിൽ പറയുന്നതാണ്: ഓ, യു ആർ എ വെരി പുവർ സോൾജിയർ, എ ചോക്ലേറ്റ് ക്രീം സോൾജിയർ. ഇങ്ങനെ പറയാൻ കാരണം എന്താ? ഒരു ഒരു പട്ടാളക്കാരന്റെ പൗച്ചില് അല്ലെങ്കിൽ ഒരു റിവോൾവർ പൗച്ചില് സാധാരണയായിട്ട് ഉണ്ടാവേണ്ടത് ഒരു എന്താ പറയാ ഒരു തോക്കാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഉണ്ടാവുന്നത്. അപ്പോൾ പെൺകുട്ടിക്ക് വളരെ അത്ഭുതമാണ് ഉണ്ടാവുന്നത്. അടുത്തൊരു ലൈൻ: സോൾജറിങ് ഇസ് ദ കവേർഡ്സ് ആർട്ട് ഓഫ് അറ്റാക്കിംഗ് മേഴ്സിലെസ്ലി വെൻ യു ആർ സ്ട്രോങ്. എന്ന് പറഞ്ഞാൽ സോൾജിയറിംഗ് എന്ന് പറയുന്നത് എന്താ? മറ്റുള്ള ഒരാൾ വീക്ക് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ സ്ട്രോങ് ആയിരിക്കുമ്പോൾ മറ്റുള്ള ഒരാളുടെ മുമ്പിലേക്ക് പോയി അയാളെ കൊന്നു കളയുന്നതാണ് സോൾജിയറിംഗ് എന്ന് പറയുന്നത്. കവാർഡ്സ് ആക്ട്, ഭീരുവിന്റെ ആക്ട് ആണ്. എപ്പോ? വെൻ യു ആർ സ്ട്രോങ്. ഭീരു സ്ട്രോങ് ആയിരിക്കുമ്പോൾ മറ്റേ ആൾ താഴ്ന്നിരിക്കുമ്പോൾ പോയി കൊല്ലലാണ് എന്നാണ് പറയുന്നത്. മൈ റാങ്ക് ഈസ് ദ ഹയസ്റ്റ് നോൺ ഇൻ സ്വിറ്റ്സർലാൻഡ്. ഐ എം എ ഫ്രീ സിറ്റിസൺ. എന്നെ കുറിച്ച് ആൾക്കാർക്കൊക്കെ അറിയാം എന്ന് മോഹൻലാൽ പറയുന്ന പോലെ തന്നെയാണ്. സോ എനിവേ, അപ്പൊ ഇതൊരു മെലോ ഡ്രാമ രീതിയിലാണ് ആംസ് ആൻഡ് ദ മാൻ എന്നുള്ളത് എഴുതിയിട്ടുള്ളത്. സോ ഇത് നമുക്ക് നോക്കിയാൽ തന്നെ കാണാം, ജോർജ് ഓർവെൽ ഇതിനെ പ്രശംസിക്കുന്നുണ്ട്, ഇതിന്റെ വിറ്റി പാർട്ടിനെ ആലോചിച്ചിട്ട്. അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് എഴുതിയെന്ന് ആലോചിച്ചിട്ട്. റൈറ്റ്. അപ്പൊ ഇതാണ് ആംസ് ആൻഡ് ദ മാൻ എന്ന് പറയുന്നതിന്റെ ചെറിയൊരു രത്ന ചുരുക്കം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അടുത്തത് പിഗ്മാലിയൻ. ഇത് ഞാൻ കുറെ അധികം വിശദീകരിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ലണ്ടനിലാണ് ഇത് സ്റ്റേ ചെയ്തിട്ടുള്ളത്. എലിസ ഡൂലിറ്റിൽ എന്ന് പറയുന്ന ഒരു പാവം ഫ്ലവർ അല്ലെങ്കിൽ പൂവിൽപ്പനക്കാരി എങ്ങനെയാണ് പ്രൊഫസർ ഹിഗിൻസ് എന്ന് പറയുന്ന ലിംഗ്വിസ്റ്റിക് പ്രൊഫസർ ഒരു ഒരു സമൂഹത്തിന്റെ നിലയിലേക്ക്, ഒരു കൾച്ചർ എന്ന് പറയുന്നത് അവരുടെ ഇല്ല, അതിനെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഒരു ഫോണിറ്റിക്സ് എല്ലാം ശരിയാക്കി അവരുടെ ഡ്രസ്സിങ് ശരിയാക്കി സമൂഹം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരാളാക്കി മാറ്റണമെന്ന് വിചാരിച്ച് അവരെ ട്രെയിൻ ചെയ്യിക്കുന്ന കഥയാണെന്ന് നമുക്കറിയാം. പക്ഷെ ഇത് നടക്കുന്നില്ല. അതാണ് അതിന്റെ ലാസ്റ്റിൽ വരുന്നത്. റൈറ്റ്. അപ്പോ ക്ലാസ് ഡിഫറൻസ് ഇതിൽ വളരെ വലിയ ഒരു പോയിന്റ് ആണ്. അതുപോലെ ലാംഗ്വേജ് ആക്സെന്റ്. ഓക്കെ, ഇപ്പൊ നമ്മൾ കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്തുള്ള ഒരാള് അല്ലെങ്കിൽ പാലക്കാടുള്ള ഒരാള് അല്ലെങ്കിൽ ഒരു കാസർഗോഡുള്ള ഒരാൾ സംസാരിക്കുന്നത് പോലെയല്ല അവിടെ തന്നെ സംസാരിക്കുന്നു. സോ അവര് ഒരിക്കലും ഒരേപോലെ സംസാരിക്കില്ല. അപ്പൊ ഇതെങ്ങനെ ഒരു റേഷ്യൽ അല്ലെങ്കിൽ ലാംഗ്വേജ് ഡിസ്ക്രിമിനേഷൻ ആയിട്ട് മാറുമെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇനി ഇതിലെ പ്രധാനപ്പെട്ട വരികൾ: ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ലേഡി ആൻഡ് എ ഫ്ലവർ ഗേൾ ഇസ് നോട്ട് ഹൗ ഷി ബിഹേവ്സ് ബട്ട് ഹൗ ഷി ഈസ് ട്രീറ്റഡ് എന്ന് പറയുന്നു. നല്ലൊരു വരിയാണ്. അടുത്തത്: ഐ സോൾഡ് ഫ്ലവേഴ്സ്, ഐ ഡിൻ സെൽ മൈസെൽഫ് എന്ന് പറയുന്നു. എലിസാസ് നോട്ട് ബ്ലഡി ലൈക്ലി സ്കാൻഡലസ് ഇൻ ഇറ്റ്സ് ടൈം. അതായത് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ആ ടൈമിൽ എന്ന് പറയുന്നുണ്ട്. എന്ത് നോട്ട് ബ്ലഡി ലൈക്ലി എന്ന് പറയുന്നത്? അപ്പൊ ഒരു പൂവിൽപ്പനക്കാരി അവൾക്ക് സംസാരിക്കേണ്ട തരത്തിലല്ല സംസാരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ഇനി ഇതിൽ എന്താണ് പ്രത്യേകതയായിട്ട് കാണാൻ പറ്റുന്നത്? ഇതൊരു റൊമാൻറ്റിക് എൻഡിങ് ഇവിടെ കൊടുക്കുന്നില്ല. എലിസയെ സ്വന്തമായി ഇൻഡിപെൻഡന്റ് വിമണായി അവൾക്ക് ഇഷ്ടമുള്ള തരത്തിലാണ് ഇത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് എടുത്തിരിക്കുന്നത് ഗ്രീക്ക് മിത്ത് ഓഫ് പിഗ്മാലിയൻ ആൻഡ് ഗലേറ്റ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിൽ നിന്ന്, ഒരു പ്ലോട്ടിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. അതുപോലെ പിന്നീട് എലിസ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ ഒരു ചാറ്റ്ബോട്ടിന്റെ നെയിമായിട്ടും കൂടെ വരുന്നുണ്ട്. അതും എലിസ എന്ന് പറയുന്നത് തന്നെയാണ് ഉള്ളത്. അടുത്ത് സെയിൻ ജോയാൻ അല്ലെങ്കിൽ സെയിൻ ജോയാൻ എന്ന് പറയുന്നത് 1923 1925 അദ്ദേഹത്തിന് ഇതിൽ നിന്നാണ് എന്ത് കിട്ടുന്നത്? ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഒരു പ്ലേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിക്കാൻ വേണ്ടിയിട്ട്. കൺസിഡേർഡ് ഹിസ് ഗ്രേറ്റസ്റ്റ് സീരിയസ് ഡ്രാമ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സെയിൻ ജോയാൻ എന്ന് പറയുന്നത് പണ്ടത്തെ ഒരു ഹിസ്റ്റോറിക്കൽ ക്യാരക്ടർ ആയിട്ട് കണക്കാക്കുന്നുണ്ട്. അവിടെ ഫ്രഞ്ച് ആയിട്ടുണ്ടായിരുന്ന ഒരു ലേഡി ആയിരുന്നു, ഫ്രഞ്ച് ലേഡി ആയിരുന്നു. അപ്പോൾ
ഇംഗ്ലീഷുകാർക്കെതിരെ പടപൊരുതുകയും അതിനുശേഷം സ്വന്തം രാജ്യത്ത് നിന്ന് തന്നെ ട്രൈറ്റർ എന്നുള്ള വിളിപ്പേര് കേൾക്കുകയും അതിനുശേഷം കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു ലേഡി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഇതൊരു 6 സീൻ ക്രോണിക്കൽ പ്ലേ ആണ്. അത് അവസാനിക്കുന്നത് എപ്പിലോഗാണ്. എപ്പിലോഗുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എൻഡിങ് എങ്ങനെയാണ് വരുന്നത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ഏരിയനെയാണ് എപ്പിലോഗുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ജോൻ ഓഫ് ആർക്കിന്റെ ആ ലേഡിയുടെ മാർട്ടിഡമായിട്ട്, അതായത് ഒരു പോരാളി എങ്ങനെയാണ് വധിക്കപ്പെടുന്നത് ഓക്കെ എന്നുള്ളത്. അപ്പൊ ഇവരുടെ ഒരു പോരാട്ട വീര്യം കൊണ്ട് ഇവർ എല്ലാവരും രക്ഷിക്കുന്നുണ്ടെങ്കിലും ഇവളെ ഒരു സെയിന്റ് ആയിട്ട് കണക്കാക്കുന്നില്ല. അതിന് പകരം ഒരു എന്താ പറയാ, വിച്ചായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇവളുടെ ചില പ്രവചനങ്ങൾ കാരണം, ഇവളുടെ കരുത്ത് കാരണമൊക്കെ വിച്ചായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സോ എന്ത് ചെയ്യുന്നില്ല, ഇവരെ പരിഗണിക്കാതെ ലാസ്റ്റ് കൊല്ലാനാണ് വിധിക്കുന്നത്. ആ വിധിക്കുന്നത് ഒരു മോശമായിട്ടാണ് പിന്നീട് നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ ഈ ചർച്ചിന്റെ അതോറിറ്റി ഇവളെ വിച്ചായിട്ട് കണക്കാക്കി കൊല്ലപ്പെടാൻ സമ്മതിച്ച ഈ രാജാവ് അടക്കമുള്ള സൊസൈറ്റി പിന്നീട് ചർച്ച് അടക്കം എന്ത് ചെയ്യുന്നുണ്ട്, ഇവരെ സെയിന്റ് ആയിട്ട് പരിഗണിക്കുന്നുണ്ട്. അതാണ് സെയിന്റ് ജോൻ എന്ന് പറയുന്നത്. അതായത് നമ്മളെ ഈ സിനിമകളിൽ കാണുന്ന പോലെ ആദ്യം മോശമായിട്ട് കാണുകയും പിന്നീട് നന്നായിട്ട് പോർട്രേ ചെയ്ത് അവർ നമുക്ക് നല്ലതാണ് ചെയ്തതെന്ന് കുറെ കാലത്തിന് ശേഷം മനസ്സിലാവുകയും ചെയ്യുമ്പോൾ നമ്മൾ തിരുത്തുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ, അവിടെയാണ് ജോൻ ഓഫ് ആർക്ക് എന്നുള്ളത് ആദ്യം വിച്ചായിട്ട് കണക്കാക്കപ്പെടുകയും പിന്നീട് ഒരു സെയിന്റ് അല്ലെങ്കിൽ സെയിന്റ് പട്ടത്തിലേക്ക് മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത്. അവരെ സ്റ്റേക്കിൽ വെച്ച് ബേൺ ചെയ്തിട്ടാണ് കൊല്ലുന്നത്. അതിനൊക്കെ പിന്നീട് ഇവർ പശ്ചാത്തപിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട തീമുകൾ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഐഡിയാസ്, നാഷണലിസം, റിലീജിയസ് അതോറിറ്റി, ഇൻഡിവിജ്വൽ ഫ്രീഡം, ഇതൊക്കെ കാണാൻ പറ്റും. റിലീജിയസ് അതോറിറ്റി ഇവിടെ കാണാൻ പറ്റും. ചർച്ചിന് ഉപരിയായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ നാഷണലിസമാണ് അവരെ പ്രവർത്തിപ്പിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട ലൈൻ നോക്കിക്കഴിഞ്ഞാൽ, ഐ ആം നോട്ട് അഫ്രൈഡ്, ഐ വാസ് ബോൺ ടു ഡു ദിസ് എന്ന് ഈ ജോന്റെ ഒരു ഇത് പറയുന്നുണ്ട്. കാരണം എന്താണ്, ഇതിന്റെ എൻഡിങ്ങിൽ ഇവരെ ഒരു വിച്ചായിട്ടോ അല്ലെങ്കിൽ ക്രൈം ചെയ്യുന്ന ഒരാളായിട്ടോ കണക്കാക്കുന്ന ആള് പിന്നീട് ഒരു ഇന്നസെന്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നു. അതിനുശേഷം ഒരു സെയിന്റ് പട്ടത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഒരു വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അവരുടെ സ്റ്റാറ്റസ് കോ എന്ന് പറയുന്നത് വ്യത്യാസപ്പെടുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ സെയിന്റ് ജോയാനും ഇതുപോലെ ഹിസ്റ്ററി ബേസ്ഡ് ആയിട്ടുള്ള ഒരു വർക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ GB ഷോനെ സംബന്ധിച്ച് പൊളിറ്റിക്കൽ, റിലീജിയസ് എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം വ്യത്യാസങ്ങൾ പറയുന്നുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ചില കോട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ, ലൈഫ് ഈസ് ഇൻ അബൌട്ട് ഫൈൻഡിങ് യുവർ സെൽഫ്, ലൈഫ് ഈസ് അബൌട്ട് ക്രിയേറ്റിംഗ് യുവർ സെൽഫ്, പ്രോഗ്രസ് ഈസ് ഇമ്പോസിബിൾ വിതൗട്ട് ചേഞ്ച്, യൂത്ത് ഈസ് വേസ്റ്റഡ് ഓൺ ദ യങ്. ഓക്കെ, വി ഡോണ്ട് സ്റ്റോപ്പ് പ്ലേയിങ് ബിക്കോസ് വി ഗ്രോ ഓൾഡ്, വി ഗ്രോ ഓൾഡ് ബിക്കോസ് വി സ്റ്റോപ്പ് പ്ലേയിങ്. അത് നല്ലൊരു കോട്ടായിട്ട് എനിക്ക് തോന്നി. ലൈഫ് സ്പെൻഡ് മേക്കിംഗ് മിസ്റ്റേക്സ് ഈസ് മോർ യൂസ്ഫുൾ ദാൻ എ ലൈഫ് സ്പെൻഡ് ഡൂയിങ് നത്തിങ് എന്ന് പറയുന്നുണ്ട്. സോ ഡു സംതിങ് അതർ ദാൻ വേസ്റ്റിംഗ് യുവർ ലൈഫ് ഓൺ നത്തിങ്. സോ ഇത്രയാണ് ഇന്നത്തെ GB ഷോന്റെ ഒരു ഏരിയയിൽ വെച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. നന്നായി പഠിക്കുക. താല്പര്യമുള്ള പഠിക്കുന്ന കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കുക. ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ശ്രമിക്കുക. കാരണം ഇനിയും നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില വീഡിയോസ് നോക്കുമ്പോൾ ചില ആൾക്കാർ കൂടുതലായിട്ട് കാണുന്നു, ചില ആൾക്കാർ കുറവായിട്ട് കാണുന്നു. നമ്മൾ ഇതെല്ലാം അപ്ലോഡ് ചെയ്യുന്നത് ഒരൊറ്റ പ്ലേലിസ്റ്റിലേക്കാണ്. വിച്ച് മീൻസ് ഈ വീഡിയോ കാണുന്ന ആൾക്ക് അതിൻ്റെ അടിയിൽ തന്നെ ഇതിന് മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ കാണാൻ പറ്റും. ഓക്കെ, ആ വീഡിയോ കാണുമ്പോൾ ആ പ്ലേലിസ്റ്റിന്റെ അടിയിൽ അടുത്ത് നമ്മൾ ഈ മ്യൂസിക് കേൾക്കുമല്ലോ, അതേപോലെ പ്ലേലിസ്റ്റിലാണ് ഇത് കിടക്കുന്നത്. സോ നിങ്ങൾ ഒരു വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ അടുത്ത വീഡിയോ അതിന്റെ തുടരെ തന്നെ പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ടായിരിക്കും. കൺസിസ്റ്റൻസി ഇല്ലാതെ ഒരു വീഡിയോ മാത്രം കണ്ടതുകൊണ്ട് നമ്മൾ നെറ്റോ സെറ്റോ കേട്ടോ പാസ്സാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ കൺസിസ്റ്റന്റ് ആയിട്ട് എൻ്റെ ചാനലിൽ നിന്ന് കാണണം എന്ന് ഞാൻ പറയില്ല. നമ്മുടെ ഇതിലേക്ക് നിങ്ങൾക്ക് അംഗമാവാം തീർച്ചയായിട്ടും. സോ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അറിവ് കിട്ടുക. ഈ അറിവിൽ നിന്നാണ് നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റുക. ഒരു വീഡിയോ ഒരു 20 മിനിറ്റിന്റെ കണ്ടുകൊണ്ട് നമുക്ക് അത്രയും അറിവ് കിട്ടാൻ സാധ്യതയില്ല. ഓക്കെ, പിന്നെ അത്രയും ഇപ്പൊ ഈ GB ഷോന്റെ തന്നെ എത്രയോ വലിയ അറിവിൽ നിന്നാണ് നമ്മൾ ഇത്രയും ചെറിയൊരു വീഡിയോ ചെയ്യുന്നത്. സോ ഇതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമുക്ക് താഴത്തേക്ക് പോകുമ്പോൾ കുറേ അധികം വീഡിയോസ് നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റും. സോ ഇഫ് യു ലൈക്ക് ഇറ്റ്, പ്ലീസ് ഡു ആസ് സോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. സോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ആൻഡ് സീ യു.